നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. IT മേഖലയിൽ ജോലി തേടുന്നവർക്ക് ഒട്ടനവധി മേഖലകൾ അല്ലെങ്കിൽ ടെക്നോളജികളുണ്ട്. അത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മുതൽ നെറ്റ്വർക്കിംഗ് വരെ, അതല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മുതൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെയുള്ള മേഖലകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ തന്നെ ഏത് ടെക്നോളജി അല്ലെങ്കിൽ ഏത് ലാംഗ്വേജ് പഠിക്കണമെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. അതിന് പറ്റുന്ന ഒരു മികച്ച അവസരമാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. ഇക്കാലത്ത് പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ ആരംഭം മുതൽ വലിയ ഡിമാൻഡ് വന്നിട്ടുള്ള ഒരു മേഖലയാണ് ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് എന്താണ്, അത് എങ്ങനെ പഠിക്കാം, അക്കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. വെറും 6000 രൂപയ്ക്ക് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് പഠിക്കുവാനുള്ള ഒരു അവസരത്തെക്കുറിച്ചും ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഈ വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. കൂടുതൽ അവസരങ്ങൾക്കായിട്ട് jobsbridge.com എന്ന ഞങ്ങളുടെ സൈറ്റും സന്ദർശിക്കാൻ മറക്കല്ല്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം ഞാൻ ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് എന്താണ് എന്ന് ലളിതമായിട്ട് ഒന്ന് പരിചയപ്പെടുത്താം. നിങ്ങൾ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് ചിന്തിക്കുക. ഉദാഹരണത്തിന് Amazon.in. ഈ ഒരു വെബ്സൈറ്റിൻ്റെ നിർമ്മാണത്തെ നമുക്കൊരു വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കാൻ കഴിയും. ഈ വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിൽ 4 സ്റ്റേജസ് ആണ് പ്രധാനമായിട്ടുമുള്ളത്. ഒന്ന് UI ഡിസൈൻ, യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ. മറ്റൊന്ന് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻ്റ് ആണ്. മൂന്നാമത് ഡേറ്റാബേസ് ഡെവലപ്മെൻറ്റ്. നാലാമത് ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ്, സെർവർ സൈഡ് ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കും. ഇതിൽ തന്നെ യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ, UI ഡിസൈൻ എന്നത് ഒരു വെബ്സൈറ്റ് കാഴ്ചയിൽ എങ്ങനെ ഇരിക്കും എന്നത് ഡിസൈൻ ചെയ്യുകയാണ്. അതായത് ആ വെബ്സൈറ്റിന് ആവശ്യമായ ചിത്രങ്ങളും ടെക്സ്റ്റുകളും ഒക്കെ നൽകിക്കൊണ്ട് അതിന് നല്ല മികച്ച ഒരു കളർ ടോണ് നൽകിക്കൊണ്ട് ആ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു വെബ്സൈറ്റ് ഡിസൈനറാണ് ഈ പാർട്ട് കൈകാര്യം ചെയ്യുന്നത്. ഇനി ഈ യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ മാറ്റി നിർത്തിയാൽ പിന്നെയുള്ള 2 പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ, ഒന്ന് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻ്റ് ആണ്, മറ്റൊന്ന് ബാക്ക് എൻഡ് ഡെവലപ്മെൻ്റ് ആണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച ആമസോൺ പോലെയുള്ള സൈറ്റുകളിൽ അതിൻ്റെ യൂസേഴ്സ് ഉപയോഗിക്കുന്നവർ കാണുന്ന ഭാഗം അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളാണ് ഈ ഫ്രണ്ട് എൻഡ് അല്ലെങ്കിൽ യൂസർ സൈഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഡിസൈൻ ചെയ്ത് എടുത്ത വെബ് പേജുകൾക്ക് ജീവൻ നൽകുകയാണ് ഈ ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ് ചെയ്യുക. അതായത് ഈ ഫ്രണ്ട് എൻഡിൽ യൂസേഴ്സ് കാണുന്ന ഭാഗങ്ങളുടെ പ്രവർത്തനമാണ് ഈ ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ് ചെയ്യുക. ഉദാഹരണത്തിന് ഒരു മെനുവിൽ ഒരു ബട്ടൺ ഫിക്സ് ചെയ്താൽ അതിൻ്റെ ഫങ്ഷനാലിറ്റി ഡിഫൈൻ ചെയ്ത് അത് പ്രവർത്തിപ്പിക്കുക, അല്ലെങ്കിൽ ആ ബട്ടൺ ക്ലിക്കബിൾ ആക്കുകയാണ് ഈ ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ് ചെയ്യുക. കാലാകാലങ്ങളായിട്ട് HTML, CSS, ജാവാസ്ക്രിപ്റ്റ്, അജാക്സ്, jQuery, ബൂട്ട്സ്ട്രാപ്പ് പോലെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ, ഫ്രെയിം വർക്കുകൾ അല്ലെങ്കിൽ ടൂൾസുകളൊക്കെ ആയിരുന്നു ഇതിന് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇക്കാലത്ത് വലിയ പ്രചാരം നേടിയ 2 ഫ്രെയിം വർക്കുകൾ ഈ രംഗത്ത് വലിയ വിപ്ലവം കൊണ്ടുവരുന്നുണ്ട്. ഒന്ന് ഗൂഗിളിൻ്റെ ആംഗുലർ ആണ്, മറ്റൊന്ന് ഫേസ്ബുക്കിൻ്റെ റിയാക്ട്. ഇനി ഒരു സ്റ്റേജ് ആണ് ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സെർവർ സൈഡ് ഡെവലപ്മെൻറ്റ്. ഈ ആമസോണിൻ്റെ ഒക്കെ സൈറ്റിൽ നാം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇരുന്ന് ചെയ്യുന്ന പ്രവൃത്തികളുടെ റെസ്പോൺസ് ലഭിക്കുന്നത് അവരുടെ വെബ് ആപ്ലിക്കേഷൻ്റെ ബാക്ക് എൻഡിൽ നിന്നാണ്. അപ്പോൾ ഈ ബാക്ക് എൻഡ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഏറ്റവും അധികം ജോലികളുള്ളതും ഈ മേഖലയിലാണ്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളെ ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സെർവർ സൈഡ് ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കാൻ കഴിയും. ഈ സെർവർ സൈഡ് ലാംഗ്വേജുകൾ, ഉദാഹരണത്തിന് ജാവ അല്ലെങ്കിൽ പൈത്തൺ, PHP ഇവയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ സെർവർ സൈഡ് ഡെവലപ്മെൻറ്റ് കൂടുതലായിട്ട് നടക്കുന്നത്. അപ്പോൾ ഈ വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് 4 സ്റ്റേജസും പ്രത്യേകിച്ച് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റും ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റും ഒന്നിച്ച് ചെയ്യുക അല്ലെങ്കിൽ ഒരേപോലെ ചെയ്യുക എന്നുള്ളതാണ് ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിന് ഈ കാലത്ത് വലിയ ഡിമാൻഡാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ ആരംഭം മുതൽ ഈ വർക്കുകളൊക്കെ കൂടുതലും വർക്ക് ഫ്രം ഹോം രീതിയിലായി മാറിയപ്പോൾ ഈ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും അങ്ങനെ വിവിധ പ്രവർത്തനങ്ങളും വിവിധ ലൊക്കേഷനുകളിൽ ഇരുന്ന് പലര് ചെയ്യുന്നതിനേക്കാൾ ഇവയൊക്കെ അറിയാവുന്നവർ, എല്ലാം അറിയാവുന്നവർക്കുള്ള
ഡിമാൻഡ് വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ തന്നെ അടുത്ത കാലത്ത് വന്ന ഒരു ആർട്ടിക്കിൾ, ഡിമാൻഡ് ഓഫ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സ് അപ്പ്. ഈ ആർട്ടിക്കിൾ അവർ പറയുന്നത് ഒരു 3 മാസം കൊണ്ട് തന്നെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിൻ്റെ ഡിമാൻഡ് 30% വർദ്ധിച്ചു എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, മറ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനേക്കാൾ ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിൻ്റെ പേ പാക്കേജ് വളരെ ഉയർന്നതായിരിക്കും എന്ന അഡ്വാൻറ്റേജുമുണ്ട്. ഇനി ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് എന്നുള്ളത് വളരെ കുറഞ്ഞ ചെലവിൽ പഠിക്കാവുന്ന ഒരവസരം കൂടി ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. നമ്മുടെ രാജ്യത്തെ ഒരു പ്രമുഖ ട്രെയിനിങ് സ്ഥാപനമാണ് എഡ്യൂബ്രിഡ്ജ് എന്നുള്ളത്. നമ്മുടെ കേരളത്തിലൊക്കെയുള്ള ആസാപ്പിൻ്റെ ഒക്കെ ഒരു ട്രെയിനിങ് പാർട്ട്നേഴ്സാണ് ഈ എഡ്യൂബ്രിഡ്ജ് എന്നുള്ളത്. അവരുടെ കൊച്ചിൻ സെൻ്ററാണ് ഈ ഒരു അവസരം എനിക്ക് ചൂണ്ടിക്കാട്ടി തന്നത്. അവിടെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് 6000 രൂപ മുതൽ ഫീസിൽ പഠിക്കാവുന്നതാണ്. ജാവ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് കോഴ്സാണ് ഇവർ സംഘടിപ്പിക്കുന്നത്. ഓൺലൈനായിട്ട് മാസ്റ്റർ ട്രെയിനേഴ്സിൻ്റെ ലൈവ് ക്ലാസ്സുകളിലൂടെയാണ് ഈ കോഴ്സ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എവിടെ നിന്നും നിങ്ങൾക്ക് ഈ കോഴ്സിൽ പങ്കെടുക്കാവുന്നതാണ്. റെഗുലർ ക്ലാസ്സുകൾ കൂടാതെ വീക്കെൻഡ്സിൽ, പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിലുമൊക്കെ പ്രത്യേക ബാച്ചുകൾ ഉള്ളതുകൊണ്ട് തന്നെ മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ ജോലികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കുമൊക്കെ ഈ കോഴ്സ് പഠിക്കാവുന്നതാണ്. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ബാച്ചുകളുമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. HTML, CSS, ജാവാസ്ക്രിപ്റ്റ്, ആംഗുലർ പോലെയുള്ള ഫ്രണ്ട് എൻഡ് ടൂളുകൾ അല്ലെങ്കിൽ ഫ്രെയിം വർക്കുകൾ, അതേപോലെ കോർ ജാവ പോലെയുള്ള ബാക്ക് എൻഡ് ലാംഗ്വേജുകളൊക്കെയാണ് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഇനി ആർക്കാണ് ഈ കോഴ്സ് പഠിക്കാനായിട്ട് കഴിയുക? ഒരു +2 കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവർക്കൊക്കെ ഈ കോഴ്സ് പഠിക്കാം എന്നാണ് ഇവർ സൂചിപ്പിക്കുന്നത്. പ്രോഗ്രാമിംഗ് സ്കില്ലുകളോ പ്രോഗ്രാമിംഗ് എക്സ്പീരിയൻസോ ഒന്നും വേണമെന്നില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ആമസോൺ, പേടിഎം പോലെയുള്ള കമ്പനികൾ വരെ ഇവരുടെ പ്ലേസ്മെൻറ്റ് പാർട്ട്നേഴ്സാണ് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഏതായാലും ഒരു കാര്യം ഓർക്കുക, നിങ്ങൾക്ക് ഈ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേസ്മെൻറ്റ് മാനേജറിൻ്റെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഷ്വേർഡ് ഇൻ്റർവ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ട്രെയിനിങ്, ഉദാഹരണത്തിന് സോഫ്റ്റ് സ്കില്ല്, ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ്, അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ 6000 രൂപയുടെ ഫീസിനോടൊപ്പം എക്സ്ട്രാ പേയ്മെൻറ്റ് കൂടി വരും എന്നുള്ള കാര്യം ഓർക്കുക. ക്ലാസ്സുകൾ ഇംഗ്ലീഷിലായിരിക്കും എന്നുള്ള കാര്യം കൂടി അറിയുക. ഏതായാലും ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഈ എഡ്യൂബ്രിഡ്ജിൻ്റെ കോഴ്സുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ കൊച്ചി ഓഫീസുമായി ബന്ധപ്പെടാം. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ നൽകുന്നുണ്ട്. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ ടീം നിങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വിശദമാക്കി നൽകും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഏതായാലും ഇവരുമൊക്കെയായി ബന്ധപ്പെട്ട് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുക. എൻ്റെ വാക്ക് മാത്രം മുഖവിലേക്കെടുത്ത് മുന്നോട്ടേക്ക് പോകേണ്ടതില്ല. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് നൽകുക. പ്രത്യേകിച്ച് ഈ ചുരുങ്ങിയ ചെലവിൽ ഒരു പുതിയ സ്കില്ല് പഠിക്കാവുന്ന ഈ അവസരം. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി, ഒരു കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.